അത് തന്നെയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലും ഉള്ളത്. രാവിലെ മുതലേ പള്ളിയുടെ ഗേറ്റിങ്കൽ മലക്കുകൾ വന്നിരുന്നു വരുന്നവരെ കുറിച്ചെടുക്കും. അങ്ങനെ ആദ്യം വരുന്നവർക്ക് ഒട്ടകന്മാർക്ക് ദാനം ചെയ്ത പ്രതിഫലം, രാവിലെ വരുന്നവർക്ക് പിന്നീട് ആ പ്രതിഫലം കുറഞ്ഞ് കുറഞ്ഞ് അവസാനം ജുമാ ഖുത്ബ തുടങ്ങാൻ നോക്കുമ്പോൾ വരുന്നവർക്ക് ഒരു മുട്ട കൊടുത്ത പ്രതിഫലം. നമ്മൾ പലർക്കും മുട്ടയും കിട്ടില്ല, ഖുത്ബ തുടങ്ങിയിട്ടാ വരിക. എന്നാൽ ഇദാ ഖറജൽ ഇമാമു, ഇമാം മിമ്പറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ തവൗ സുഹഫഹും, മലക്കുകൾ അവർ എഴുതിയെടുക്കുന്ന റിക്കാർഡ് ചുരുട്ടും. ഖുത്ബക്ക് വേണ്ടി ഇമാം പുറപ്പെട്ടാൽ പിന്നെ വരുന്നവരിൽ ലീസ്റ്റിൽ ഉണ്ടാവില്ല. തവൗ സുഹഫഹും, അതുവരെ വരുന്നവർ മാത്രമേ ലീസ്റ്റിൽ ഉണ്ടാവുള്ളൂ. അതേ എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ചു, യസ്തമിഊന ദിക്റ, ആ മലക്കുകൾ അവിടെ നടക്കുന്ന ദിക്ർ ശ്രദ്ധിച്ച് കേൾക്കും. ഖുത്ബയെ സംബന്ധിച്ച് പറഞ്ഞതാണത്. അതുകൊണ്ടാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ വദ്ദിക്റുല്ലദീ യുഫഅലു ബഅദൻ നിദാഇ ഹുവൽ ഖുത്ബ, ബാങ്കിന് ശേഷം നടക്കുന്ന ദിക്ർ എന്ന് ഖുർആനും ഹദീസും പറഞ്ഞ ദിക്ർ ഹുവൽ ഖുത്ബത്തു, അത് ജുമഅയുടെ ഖുത്ബയാണ് എന്ന് ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിന്റെയും ഹദീസിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതേ ശറഹുൽ മുഹദ്ദബിൽ തന്നെ ഖുത്ബ അറബിയിൽ തന്നെ ആകണം എന്ന് പറഞ്ഞതിന് ശേഷം ലിഅന്നഹു ദിക്റുൻ മഫ്റൂദുൻ, ഖുത്ബ എന്നതൊരു കേവലം പ്രസംഗമല്ല, ഖുത്ബ എന്നത് കേവലം ഒരു പരിപാടിയല്ല, അത് ഫർദായ ദിക്റാണ്. തശഹുദി അത്തഹിയ്യാത്ത് പോലെ, തക്ബീറത്തുൽ ഇഹ്റാം പോലെ അതൊരു ഫർദായ ദിക്റാണ്. അതുകൊണ്ട് തന്നെ അത് അറബിയിൽ തന്നെ ആകണം. പിന്നെയും പറഞ്ഞു ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അവിടുന്ന് അറബിയിൽ മാത്രം ഖുത്ബ ഓതി അറബിയിൽ മാത്രം നിസ്കരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവിടുന്ന് നിസ്കരിച്ച ജുമഅ പോലെ ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുത്ബ ഓതി അറബിയിൽ മാത്രം ജുമഅ നിസ്കരിക്കണം, അല്ലെങ്കിൽ അത് ഖുത്ബയാകൂല, ജുമഅയാകൂല. ആകയാൽ ഈ ഖുത്ബ ഒരു ദിക്റാണ്. ആ ദിക്റിലേക്ക് നിങ്ങൾ അടക്കത്തോടെ ഒതുക്കത്തോടെ പോകണം. ഫസ്അഉ, അടക്കത്തോടെ ഒതുക്കത്തോടെ പോകണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അവിടെ യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജുമഅക്ക് നമ്മുടെ അമുസ്ലിം സഹോദരന്മാരെ ആരെയും നമ്മൾ ക്ഷണിക്കാറില്ല, അവർ വരാറില്ല, വരേണ്ടതുമില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാർ ചിലപ്പോൾ പള്ളിയിൽ അത്തരം ആളുകളൊക്കെ കൂട്ടിയിട്ട് ഇത് സൗഹാർദ്ദമാണെന്ന് പറയും. അത് സൗഹാർദ്ദമല്ല, അത് സൗഹാർദ്ദമല്ല. അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി പൂജയിൽ പങ്കെടുത്തിട്ട് അത് സൗഹാർദ്ദമല്ല, അത് അവരെ മതം നശിപ്പിക്കലാണ്. ഇത് നമ്മളെ മതം നശിപ്പിക്കലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കാണാറുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ ക്യാമ്പ്, അതിൽ കോൺഗ്രസിന്റെ ആളുകൾ പോയി പങ്കെടുക്കലുണ്ടോ? കോൺഗ്രസിന്റെ വലിയൊരു ക്യാമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോയി പങ്കെടുക്കലുണ്ടോ? അതേ സമയത്ത് അവർ അയൽവാസികളിൽ നിന്നും കല്യാണത്തിന് ക്ഷണിക്കും, അതുപോലെ തന്നെ പരസ്പരം ഭക്ഷണം കൊടുക്കും, അതുപോലെ പരസ്പരം ചികിത്സക്ക് സഹായിക്കും. പക്ഷേ കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പോകുകയില്ല, ക്ഷണിക്കുകയില്ല. അതേപോലെ തന്നെ തിരിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവർ ഞങ്ങളുടെ പാർട്ടി നശിച്ചു പോകും. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇതുപോലെ ഹൈന്ദവരുടെ ആരാധന സ്ഥലങ്ങളിൽ പോയി മുസ്ലിങ്ങൾ അവിടെ പൂജ നടത്തിയാൽ അവരെ ഹിന്ദുമതം തകരും. അതേപോലെ ഹൈന്ദവർ വന്ന് നമ്മുടെ പള്ളിയിൽ ജുമഅക്ക് പങ്കെടുത്താൽ നമ്മളെ ഇസ്ലാം മതവും തകരും. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്.